യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നമ്മൾ തമ്മിൽ മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. വിനയന്റെ വീട്ടിൽ വെച്ചാണോ? താനൊന്ന് ഇറങ്ങി വന്നേ. വരൂ. എന്താ ജീരു? അതെ, കുഞ്ഞിന്റെ കരച്ചില് കേട്ടില്ലേ? കുഞ്ഞു കരയാനോ? നിനക്കെന്താ വട്ടാണ്? കുഞ്ഞല്ലേ ഓർക്കുന്നത്? അതല്ല വിനേട്ടാ, കുഞ്ഞിന്റെ കരച്ചില് ഞാൻ കേട്ടതാ. ഓ, നീ സ്വപ്നം കണ്ടതാവും. ഓരോന്ന് ആലോചിച്ച് കിടന്നുകൊണ്ടാ. ഷോ, ഇതെന്താ ഞാൻ പറയുന്ന വിനേട്ടിന് മനസ്സിലാവാത്തെ? ഞാൻ ശരിക്കും കേട്ടതാ. ഏതായാലും നമ്മുടെ കുഞ്ഞ് സുഖമായിട്ട് ഉറങ്ങുമല്ലേ? നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. വിനേട്ടാ, കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ? ശരിയാണല്ലോ, കുഞ്ഞിന്റെ കരച്ചിൽ തന്നെയാ. പുറത്തു നിന്നാണ് തോന്നല്ലോ. അതെ വിനേട്ടാ, നമുക്ക് നോക്കാം. ഞാൻ വരാം. എന്താ മോളെ, ഏതോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടല്ലോ. അതെ അച്ഛാ, ഞങ്ങളും കേട്ടു. പുറത്തുനിന്നാണല്ലോ. നോക്കാം. അയ്യോ, അച്ഛാ, എന്റെ പൊന്നുമോളെ. അച്ഛാ, വിനേട്ടാ. എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു.
അതാ എന്റെ പൊന്നുമോളെ എനിക്ക് തിരിച്ചു കിട്ടി. അതെ മോളെ, ഇത് നിന്റെ കണ്ണീരിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. അമ്മയുടെ പൊന്നുമോളെ, മക്കളെ. എടാ മോനെ, കുഞ്ഞ്. എടാ, എന്റെ മോളെ. ഇനിയാ. എടാ എടാ മോനെ, എടാ സന്തോഷിക്കല്ലേ വേണ്ടേ? എടാ മോളെ. ഈശ്വരാ. ഇല്ല ഇല്ല. ഏട്ടാ, നമ്മുടെ മോള്, നമ്മുടെ പൊന്ന് ഇത്രയും ദിവസം എവിടെയായിരുന്നു? അമ്മ എത്രമാത്രം വിഷമിച്ചു അറിയോ നിനക്ക്? എന്നാലും കുഞ്ഞെങ്ങനെ ഇവിടെ എത്തി? എങ്ങനെയായാലും നമുക്ക് നമ്മുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയില്ലേ വിനീത? അതെ, നമ്മള് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. അതാ ഈ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയത്. മോളെ. നീ ഉറങ്ങിയില്ലേ? ഉറങ്ങി ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കോ? നേരം വിളിക്കുന്നതിന് മുന്നേ ചൂടിലാണല്ലോ. എന്തുപറ്റി? എന്ത് പറ്റാ? എനിക്കൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്തെങ്കിലും പറ്റിയാലും ഇല്ലെങ്കിലും രഘുവേട്ടൻ എന്താ? അമ്പിളി, വന്ന വഴി തന്നെ തുടങ്ങല്ലേ. ഞാനൊന്ന് അകത്തോട്ട് കയറിക്കോട്ടെ. വാ. ഇതെന്താ നേരത്തെ? ഞാൻ ഓർത്തു ഇന്ന് വരില്ലാന്ന്. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത ഓർക്കുന്നേ? ഞാൻ പോയ കാര്യം നടന്നു, അതുകൊണ്ട് വേഗം തിരിച്ചു വന്നു. അതെ, രഘുവേട്ടൻ എന്തു ആവാലോ. ഇഷ്ടമുള്ളപ്പോ പോകാം, ഇഷ്ടമുള്ളപ്പോ വരാം. ആരാ ചോദിക്കാൻ? എല്ലാം സ്വന്തം ഇഷ്ടത്തിനല്ലേ. അങ്ങനെ എന്റെ കാര്യം മാത്രം നോക്കി പോയതൊന്നുമല്ല. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ ഞാൻ ഓരോന്നും ചെയ്യുന്നേ. അത് ഓർത്താ മതി. ആ, രഘു എത്തിയല്ലോ. ഇന്ന് നീ വരുന്നില്ലെന്നാണല്ലോ അമ്പിളി ഇവിടെ പറഞ്ഞത്. ആ, ഇവളങ്ങനെ പലതും പറയും. ഇവളെ അമ്മാവനെ തന്നെ അറിയാവുന്നതല്ലേ. അത് ശരി. രഘുവേട്ടൻ പോയപ്പോ തൊട്ട് എന്തൊരു ടെൻഷനും വിഷമായിരുന്നറിയോ? ഒന്ന് പോടി. എന്റെ വിഷമം മനസ്സിലാവണമെങ്കിലേ നീ എന്നെ പോലൊരു ഭാര്യ ആവണം. അയ്യോ, ഇങ്ങനത്തെ ഭാര്യയാവൻ ഞാനില്ലേ? ആരെ ഈ സമയത്ത്? ചീരുമോളാണല്ലോ. ഇതെന്താ ഈ സമയത്ത്? അമ്മാവൻ ഫോൺ എടുക്ക്. ഹലോ. അച്ഛാ, എന്താ ചീരു? എന്തിനാ മോള് കരയുന്നത്? കുഞ്ഞിനെ തിരിച്ചു കിട്ടിയച്ചാ. അവളിതേ എന്റെ അടുത്തുണ്ട്. സത്യമാണോ മോളെ നീ പറയുന്നത്? സത്യച്ച, നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. ആരും എന്റെ കുഞ്ഞിനെ വീടിന്റെ വാതിക്ക കിടത്തിയിട്ട് പോയി. ഈശ്വര, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ. നമ്മുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടി. ചിരുമോൾ അത് പറയാൻ വേണ്ടി വിളിച്ചത്. ആണോ അച്ഛാ? രാവിലെ തന്നെ സന്തോഷ വാർത്തയാണല്ലോ കിട്ടിയത്. ചീരു ചേച്ചിയുടെ സങ്കടം ഈശ്വരന്മാര് കണ്ടല്ലോ. ഭാഗ്യം. അതെ മോളെ, അച്ഛന് സന്തോഷായി. എന്ത് പറയണമെന്നറിയില്ല, അത്രയ്ക്ക് സന്തോഷായി. മോളെ ചിരു, ഞാൻ ഈ സന്തോഷം അച്ഛനെ അറിയിക്കണം എന്ന് വിചാരിച്ച ഇപ്പൊ തന്നെ വിളിച്ചത്. എന്റെ കുഞ്ഞിനെ കണ്ട് എനിക്ക് കൊതി തീർന്നില്ല അച്ഛ. അച്ഛന് സന്തോഷായി മോളെ. അച്ഛൻ ഉടനെ തന്നെ അങ്ങോട്ട് വന്നോളാം. ശരി അച്ഛ. ആ, രഘുവേട്ടനോടും അമ്പിളി ചേച്ചിയോടും മഞ്ചാടിയോടും പറയണേ. അവരെല്ലാം എന്റെ അടുത്ത് തന്നെ ഉണ്ട് മോളെ. ശരി അച്ഛ. ഭാവേ. ഓ. ഈശ്വരാ.
എന്റെ മോൾക്ക് കുഞ്ഞിനെ തിരിച്ചു കൊടുത്തത് ആരെന്നെയായാലും അവരെ ഈശ്വരൻ അനുഗ്രഹിക്കും. അതെ അച്ഛാ, നമ്മുടെ എല്ലാം പ്രാർത്ഥന അയാൾക്കുണ്ടാവും. രഘു എവിടെ പോയിരുന്നെന്ന് പറഞ്ഞത്? അമ്മവ ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലി ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചതിലും എളുപ്പത്തിൽ അത് ചെയ്തെടുക്കാൻ പറ്റി. ഭാഗ്യം, അതാ ഞാൻ നേരത്തെ വന്നേ. നല്ല മനസ്സുള്ളവർക്ക് എല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും മോനെ. എല്ലാം അമ്മാവന്റെ അനുഗ്രഹം. അമ്മാവൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നതൊന്നും ഈശ്വരൻ കാണാതെ പോവില്ല.